നമ്മുടെ ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആസ്വദിക്കാത്ത ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിലില്ല. അങ്ങനെ നമുക്ക് വാരിക്കോരി തരുന്ന ആ അള്ളാഹുവിനോട് നമ്മുടെ തിരിച്ചുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ സംസാരിച്ചത്. അതിൽ പ്രധാനമായും അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ട 3 തലങ്ങളെക്കുറിച്ച്, ലെവലുകളെക്കുറിച്ച് ഇബ്നു ഖയ്യിം റഹിമഹുല്ല പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. 1, ഹൃദയം കൊണ്ട് അള്ളാഹുവിന് നന്ദി ഉണ്ടാകണം. 2, നാവ് കൊണ്ട് അള്ളാഹുവിനോട് നന്ദി ഉണ്ടാകണം. അതിൽ 3-മത്തെ കാര്യം വഅലാ ജവാരിഹിഹി ഇൻഖിയാദൻ വതഅതൻ. മഹാനവറുകൾ പറയുകയാണ്, അള്ളാഹുവിനോട് നന്ദി ഉണ്ടാകുന്നതിൻ്റെ 3-മത്തെ തലം, ലെവൽ, അത് അമല് കൊണ്ടാണ്. വെറും നാവ് കൊണ്ട് നന്ദി കാണിക്കുന്ന ഒരാൾക്ക്, നാവ് കൊണ്ട് മാത്രം നന്ദി വാക്ക് പറയുന്ന ഒരാളുടെ ഹൃദയത്തിൽ നന്ദിയില്ല, പ്രവർത്തനങ്ങളിൽ നന്ദിയില്ല എങ്കിൽ, ശുക്റില്ല എങ്കിൽ, ആ ശുക്ർ, നന്ദി എന്ന് പറയുന്നത് കളവായിരിക്കും, പൊള്ളയായിരിക്കും. അറബിയിലൊരു കവിതയുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലയിലേക്കാണ് ഈ കവിത പലപ്പോഴും ചേർത്തി പറയാറുള്ളത്. വശുക്റു സർഫുൽ അബ്ദി മാ ഔലാഹ് മൗലാഹു മിൻ നിഅമാഹു ഫീ റിളാഹ്. വശുക്റു, നന്ദി എന്ന് പറയുന്നത്, സർഫുൽ അബ്ദി മാ ഔലാഹു മൗലാഹു മിൻ നിഅമാഹു, അല്ലാഹു, മൗലയായ അല്ലാഹു അവൻ്റെ അനുഗ്രഹമായി തൻ്റെ അടിമകൾക്ക് നൽകുന്ന മുഴുവൻ നിഅമത്തുകളും ആ അടിമ ആ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കലാണ്, വിനിയോഗിക്കലാണ് ഫീ റിളാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് കഴിവുകളായിരിക്കും, സ്കില്ലുകളായിരിക്കും, സമ്പത്തായിരിക്കും, അധികാരമായിരിക്കും, പവറായിരിക്കും, ആഫിയത്തായിരിക്കും. എന്താണോ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം, അത് അള്ളാഹുവിൻ്റെ താഅത്തിലായി, അനുസരണയിലായി ഉപയോഗപ്പെടുത്താനുള്ളൊരു സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്കുള്ള ഏറ്റവും വലിയ നന്ദി. ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല സമ്പത്തും അധികാരവും നല്ല കഴിവും കൊടുത്ത്, ആ കൊടുത്തതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നത് ഇഅ്മലൂ ആല ദാവൂദ ശുക്ര. ദാവൂദ് നബിയുടെ ഫാമിലി, കുടുംബമേ, നിങ്ങൾ അള്ളാഹുവിന് നന്ദി പറയുക എന്നല്ല പറഞ്ഞത്, നന്ദി കാണിക്കുക, പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞത്. ഉലമാക്കൾ അതിനെ വിശദീകരിക്കുന്നത്, നമുക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ, ആ അനുഗ്രഹങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്നാണോ അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ ഉപയോഗിക്കുക. സഹാബാക്കളെ നമ്മൾ പല മേഖലകളിൽ തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. ചില സഹാബാക്കൾ യുദ്ധക്കളത്തിലായിരിക്കും അവരുടെ കഴിവ് തെളിയിക്കുന്നത്. ചില സഹാബാക്കൾ ആ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ സമ്പത്ത് കൊടുത്തുകൊണ്ടായിരിക്കും തങ്ങളുടെ അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങളെ നന്ദിയായിട്ട് പ്രകടിപ്പിക്കുന്നത്. ചില സഹാബാക്കൾ അവരുടെ കവിതകൾ കൊണ്ട് ശത്രുക്കളെ നേരിടുന്നത് കാണാൻ പറ്റും. വേറെ ചില സഹാബാക്കൾ ഇബാദത്തുകൾ കൊണ്ട്, വേറെ ചില സഹാബാക്കൾ ഇൽമു പഠിക്കുന്നതിലൂടെ, ഇങ്ങനെ വ്യത്യസ്തമായ സഹാബാക്കളുടെ ജീവിതം നമ്മൾ കാണുകയാണ്. അള്ളാഹു ആ സഹാബാക്കൾക്ക് ഏതൊരു കഴിവാണോ കൊടുത്തത്, ആ കഴിവുകൾ ആ സഹാബാക്കൾ അള്ളാഹുവിന് വേണ്ടി ഉപയോഗിച്ചു. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നന്ദി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ നന്ദിയുള്ളവരായി ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് അള്ളാഹു നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് സേഫാക്കാൻ പറ്റുന്നുള്ളതാണ്. അഥവാ കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതെ നമുക്കത് സേഫ് സോണായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും. അള്ളാഹു പറയാണ്, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും, വർദ്ധിപ്പിച്ചു തരും.
ഈ ആയത്ത് എപ്പോൾ ഇറങ്ങിയതാണ്? മക്ക കാലഘട്ടത്തിൽ വളരെയധികം മക്ക ഖുറൈശികളുടെ ശത്രുക്കളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആ സമയത്ത് ഇറക്കപ്പെട്ട ആയത്താണ്. ആരെക്കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്? മൂസാ നബി അലൈഹിസ്സലാമും തൻ്റെ അനുയായികളെക്കുറിച്ചാണ് പറയുന്നത്. അവർ ഫിർഔന്റെ കിരാതമായ അക്രമത്തിൽ അകപ്പെട്ട് യുദബ്ബിഹൂന അബ്നാഅഹും, മക്കളെ അറുകൊല ചെയ്യുന്ന ആ ക്രൂരനായ ചക്രവർത്തിയിൽ ആ ഫിർഔനെ അല്ലാഹു തആല കടലിൽ മുക്കിക്കൊന്നതിന് ശേഷം അവരെ സ്വന്തം നാട്ടിൽ നിർത്താതെ മരുഭൂമിയിലേക്ക് അലയാൻ വിട്ടൊരു സമയമുണ്ട്. അഥവാ ലഇൻ ശകർത്തും ലഅസീദന്നക്കും എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ശരിക്ക് പറയേണ്ടിയിരുന്നത് ലഇൻ സബർത്തും, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ എന്നാ പറയേണ്ടത്. പക്ഷേ ഇത്രയും പരീക്ഷണത്തിൻ്റെ തീച്ചൂളയിലൂടെ മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും കടന്നു പോകുമ്പോൾ അള്ളാഹു പറയുന്നത് എന്താ? നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നാം വർദ്ധിപ്പിച്ചു തരാമെന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എല്ലാം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തോട് പോലും നന്ദി കാണിക്കണേ എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മളെ സൃഷ്ടിച്ച റബ്ബിനോട് നാം എത്ര നന്ദിയുള്ളവരായിരിക്കണമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നന്ദിയുള്ളവരാകുകയാണെങ്കിൽ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു തരും. നമുക്ക് ലഭിച്ച മക്കളെ, സമ്പത്തിനെ, പവറിനെ നിലനിർത്താൻ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചേ പറ്റുകയുള്ളൂ. അതിനൊരു മറുവശം കൂടിയുണ്ട്. നന്ദികേട് കാണിച്ചാലോ കുഫർ കാണിച്ചാലോ അള്ളാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ സ്റ്റോപ്പാക്കും, അത് തിരിച്ചെടുക്കും. ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഒരു ഫോർമുല, നന്ദി ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ആ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു തരികയും അതേസമയം നന്ദികേടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ ഉള്ള അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ്. രണ്ടാമത് അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹം, പ്രതിഫലം, ബെനിഫിറ്റ്, നന്ദിയുള്ളവർ എപ്പോഴും സന്തുഷ്ടരായിരിക്കും. ഒരാളുടെ ജീവിതത്തിൽ നന്ദി കാണിക്കുന്ന, ശുക്ർ കാണിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അയാൾ എപ്പോഴും സന്തോഷവാനായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി സൈക്കോളജി രംഗത്ത് ഗ്രാറ്റിറ്റ്യൂഡും ഡിപ്രഷനും തമ്മിലുള്ള ബന്ധത്തെ, ടെൻഷൻ ഉണ്ടാവുക, അതുപോലെ തന്നെ നന്ദി കാണിക്കുന്ന സ്വഭാവം, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നിരവധി പഠനങ്ങൾ നടക്കുന്നുണ്ട്, നിരവധി ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഡിപ്രഷൻ ബാധിച്ച രോഗികൾക്ക് നിർദ്ദേശിക്കുന്ന വലിയൊരു മെഡിസിൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ നന്ദി ചെയ്യേണ്ടതായിട്ടുള്ള 10 കാര്യങ്ങളെ നിങ്ങൾ എഴുതി വെക്കണം എന്നാണ്. 10 കാര്യങ്ങളെ നിങ്ങൾ എഴുതി വെക്കണം. ആ രൂപത്തിൽ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ, സ്ട്രെസ് നിങ്ങൾക്ക് കുറക്കാൻ സാധിക്കും. ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകുമെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ നിർദ്ദേശിക്കുന്നത് പ്രകാരം അത് പരീക്ഷിച്ചു. അതിൻ്റെ റിസൾട്ട് വന്നത് ഇത് പരീക്ഷിച്ചവരൊക്കെ അവരുടെ ജീവിതത്തിൽ മനസ്സമാധാനം ലഭിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ നന്ദി കാണിക്കേണ്ടതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. ആരോടാണ് നന്ദി കാണിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ആർക്കാണ് നമ്മൾ നന്ദിയുള്ളവരാകേണ്ടെന്നുള്ള ഭാഗം അവരുടെ വിഷയത്തിലേ ഇല്ല. ആരോടാണ് സത്യത്തിൽ നന്ദി കാണിക്കേണ്ടത്? ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നന്നായി വിശന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം, സ്വാദിഷ്ടമായ ഭക്ഷണം നമുക്ക് പാചകം ചെയ്ത് തരുമ്പോൾ ഇവർ പറയുന്നത് ഉമ്മയോട് നമ്മൾ നന്ദിയുള്ളവരാകണം എന്നാണ്. അപ്പോൾ തന്നെ നമുക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത്. സത്യത്തിൽ ഇസ്ലാം പറയുന്നത് എന്താണ്? ഉമ്മയോട് മാത്രമല്ല നന്ദി ഉണ്ടാകേണ്ടത്, അനിഷ്കുറുലി വലിവാലിദൈക്, ആദ്യം നിങ്ങൾ നന്ദിയുള്ളവരാകേണ്ടത് എന്നോടാണ്, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഉമ്മയെ തന്നതാരാണ്? അള്ളാഹുവാണ്. ഭക്ഷണം തന്ന, പാചകം ചെയ്തെന്ന ഉമ്മാക്ക് നന്ദി കാണിക്കണമെന്ന് പറയാൻ പറ്റും. പക്ഷെ ഉമ്മയെ തന്ന ശക്തിക്ക്, അള്ളാഹുവിന് നന്ദി കാണിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. പരിശുദ്ധ ഖുർആനിനുള്ളതീളം നമ്മൾ പരിശോധിക്കുമ്പോൾ വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, ഇന്ന് ആധുനിക മനഃശാസ്ത്ര രംഗത്ത് ആളുകളോട് ഡിപ്രഷൻ മാറാൻ, ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട്
നിങ്ങൾ നന്ദി കാണിക്കേണ്ട വ്യക്തികളെയും കാര്യങ്ങളെയും എഴുതി വെക്കണമെന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നത് വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല മൊത്തത്തിൽ മുഴുവൻ മനുഷ്യരോടും പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, ജനങ്ങളെ ആര് നിങ്ങൾക്ക് നന്ദി കാണിച്ചാലും അത് സൃഷ്ടാവാകട്ടെ ജനങ്ങളാകട്ടെ നിങ്ങൾ നന്ദിയുള്ള സ്വഭാവമുള്ളവരാകുക. ഇവിടെ പറയുന്നത് ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് നന്ദി പറയേണ്ടതെന്ന് കൃത്യമായ ഗൈഡൻസ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് വന്നിട്ടുണ്ട്. സൂറ നഹലിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് ലഭിക്കുന്ന എന്ത് അനുഗ്രഹവും അത് ആരുടെ ഭാഗത്ത് നിന്നാണ്? അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തേക്ക് വരുമ്പോൾ നമുക്ക് നന്ദി കാണിക്കേണ്ടവരായ ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ ഉമ്മ 9 മാസം നമ്മളെ ഗർഭം ചുമന്ന് ഖുർആൻ അതെടുത്ത് പറയുന്നുണ്ട്. കഷ്ടപ്പെട്ട് പ്രസവിച്ചു, 2 വർഷം പാല് തന്നു, അതൊക്കെ ഖുർആൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കാനാണ് പറയുന്നത്. നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, നമുക്ക് വർത്തമാനം പറയാൻ പഠിപ്പിച്ചത് നമ്മുടെ ഉമ്മയായിരിക്കും, ഉപ്പയായിരിക്കും. നടക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ മാതാപിതാക്കളായിരിക്കും. ഇങ്ങനെ നമുക്ക് എഡ്യൂക്കേഷൻ തന്നത് നമ്മുടെ വീട്ടുകാരും അധ്യാപകരായിരിക്കും. സത്യത്തിൽ ഇതിനൊന്നും കഴിവില്ലെങ്കിലോ? സംസാരിക്കാൻ ശക്തി, നാവ് അള്ളാഹു നമുക്ക് തന്നിട്ടില്ല എങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നടക്കാനുള്ള 2 കാലുകൾ അള്ളാഹു നമുക്ക് തന്നിട്ടില്ല എങ്കിൽ എങ്ങനെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നടത്തും? കൈകൾ തന്നിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് നൽകിയിട്ടുള്ള, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ നിസ്സഹായരാണ്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തിന്? ഈ ലോകത്തേക്ക് നമ്മൾ പ്രസവിച്ച് വീണതിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, നാം എളുപ്പമാക്കി തന്നു. ഒരു ഡോക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ സുന്ദരമായ രീതിയിൽ പ്രസവം നടക്കൂല. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി മരിക്കാൻ പാടില്ല, ഒരു തള്ളയും മരിക്കാൻ പാടില്ല, ഒരു ഉമ്മയും മരിക്കാൻ പാടില്ല. പക്ഷേ സുന്ദരമായി പ്രസവിപ്പിക്കുന്നത്, ജനിപ്പിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ് നിങ്ങളെ മരിപ്പിക്കുകയും ജനിപ്പിക്കുകയും ചെയ്യുന്നവൻ. അള്ളാഹുവാണ് നിങ്ങളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ, നമ്മൾ ഖുർആൻ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ടെൻഷനില്ലാത്തൊരു ജീവിതം കിട്ടണമെങ്കിൽ ഈ ഒരു സ്വഭാവം ഉണ്ടായാൽ മതി, നന്ദി എന്നുള്ള സ്വഭാവം ഉണ്ടായാൽ മതി. അങ്ങനെയാണ് ഖുർആന്റെ തീമൻ. അങ്ങനെയാണ് നമ്മൾ ഖുർആൻ പരിശോധിക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും. ഖുർആന്റെ മൊത്തത്തിലുള്ള തീം നമ്മൾ പരിശോധിക്കുമ്പോൾ ഖുർആന്റെ ആദ്യ പകുതിയുടെ അവസാന ഭാഗം സൂറ അൻആം ഹംദ് കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഖുർആനിൻ്റെ മധ്യത്തിലേക്ക് വരുമ്പോൾ, പകുതിയിലേക്ക് വരുമ്പോൾ 18-ാമത്തെ അധ്യായം സൂറ കഹ്ഫ് ആരംഭിക്കുന്നത്, ഇന്ന് പോലും നമ്മൾ ഓതിയ സൂറത്ത് ആരംഭിക്കുന്നത് അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ്. പിന്നീട് അവിടെ നിന്ന് ഖുർആനിൻ്റെ അവസാന പകുതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ സൂറ സബഅ, സൂറ ഫാത്തിർ, അതുപോലെയുള്ള 5ഓളം സൂറത്തുകൾ ഹംദ് കൊണ്ടാണ് ആരംഭിക്കുന്നത്. പരിശുദ്ധ ഖുർആന്റെ തീം തന്നെ ഹംദാണ്. അള്ളാഹുവിൻ്റെ പേരുകളിൽ 2 പേര്, ഒന്ന് ഷക്കൂർ എന്നാണ്, മറ്റൊന്ന് ഹമീദ് എന്നാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പ്രതിഫലം തരുന്നവനായ റബ്ബ്, ആ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ മാത്രമല്ല അള്ളാഹു നമ്മളോട് പറയുന്നത്, മറിച്ച് സൃഷ്ടികളോട് നന്ദി കാണിക്കണം. സൃഷ്ടികളോട് നന്ദി കാണിക്കുമ്പോൾ അവിടെയും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളും ടെൻഷനുകളും മാറ്റാൻ സാധിക്കുമെന്നാണ് ആധുനിക സൈക്കോളജി പറയുന്നത്. അവിടെ അല്ലാഹു തആല പറയുന്നുണ്ട്, അനിഷ്കുറുലി വലിവാലിദൈക്, എനിക്ക് നീ നന്ദി കാണിക്കണം ആദ്യം, അതിനുശേഷം നീ നിന്റെ ദുനിയാവിൻ്റെ ജീവിതത്തിൽ ആദ്യം നീ നന്ദി കാണിക്കേണ്ടത്, നിനക്ക് ശുക്ർ ഉണ്ടാകേണ്ടത് നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മയോടും പിന്നെ നിന്റെ ഉപ്പയോടുമായിരിക്കണം. നീ ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത് നിന്റെ ഉമ്മയോടായിരിക്കണമെന്ന് നബി തങ്ങൾ 3 തവണ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. 4ാമതാണ് ഉപ്പയോടെന്ന് പറഞ്ഞത്. ഇങ്ങനെ കൃത്യമായ ഓർഡറിൽ നമുക്ക് ആരെയാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്, പിന്നെ ആരാണ് ആരോടാണ് നന്ദി കാണിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ദീൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മക്കളെ വളർത്തുന്ന സമയത്ത് പണ്ഡിതന്മാർ ഉപദേശിക്കുന്നുണ്ട്, കുട്ടികളെ വളർത്തുമ്പോൾ പോലും
അവരെ നമ്മൾ അള്ളാഹുവിന് നന്ദിയുള്ളവരായി ശീലിപ്പിക്കുകയാണെങ്കിൽ, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ മോനെ അൽഹംദുലില്ലാ പറ, നിനക്ക് ഭക്ഷണം തന്നത് ആരാണ്? അള്ളാഹുവാണ്. വസ്ത്രം ധരിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ പറ, ബിസ്മി പറഞ്ഞുകൊണ്ട് വസ്ത്രം ധരിക്കുക, ആരാണ് നിനക്ക് വസ്ത്രം തന്നത്? ഇങ്ങനെ കുട്ടികളെ അള്ളാഹുവിന് നന്ദിയുള്ളവരാക്കി നമ്മൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് പ്രായമാകുന്ന സമയത്ത് ആ കുട്ടികൾ നമ്മളോട് നന്ദിയുള്ളവരാകുമെന്നാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ആ മക്കൾ അങ്ങനെ ആയിത്തീരുമെന്നാണ്. അതുകൊണ്ടാണ് ഈ സൂറത്ത്, ഈ ആയത്ത് ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് വസിയത്ത് ചെയ്യുമ്പോഴാണ് അല്ലാഹു തആല അനിഷ്കുറുലി വലിവാലിദൈക്. പ്രവാചകന്റെ സുന്നത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ചെല്ലുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങൾ, നമ്മൾ ഒരു ദിവസം ഇവർ 10 അനുഗ്രഹങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ നിത്യമായിട്ട് ചെയ്യുന്ന ദുആക്കളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആരെയാണ് സ്തുതിക്കുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ. മരണത്തിന് ശേഷം ഒരു ജീവിതം നൽകിയ അല്ലാഹുവേ, നിനക്കാകുന്ന സർവ്വസ്തുതിയും. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ, ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഗുഫ്റാനക് അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ കസാനി, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ തുആം, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ട ഒരാളെ കാണുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക്, പരീക്ഷണങ്ങൾ വരുമ്പോൾ പോലും, മുസീബത്തുകൾ സംഭവിക്കുമ്പോൾ പോലും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഓരോ സന്ദർഭങ്ങളിലുള്ള ദുആക്കൾ, ചില അമലുകൾ പോലും. ളുഹാ നമസ്കാരത്തെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലെ എത്ര സന്ധികളുണ്ട്, കെണിപ്പുകളുണ്ട്, അതിന് നന്ദി കാണിക്കലാണ് ളുഹാ നമസ്കാരമെന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു. സൂറത്തുൽ ളുഹ നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ ഷോപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ചോ പോകുന്ന വഴിയിൽ പള്ളിയിൽ വെച്ചോ ളുഹാ നമസ്കരിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് തന്ന ആഫിയത്തിന്, ആരോഗ്യത്തിന് നാം നന്ദി കാണിക്കലാണ്. അതിലൂടെ നമ്മുടെ ആരോഗ്യം അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. പ്രിയമുള്ളവർ, ഇങ്ങനെ നിത്യജീവിതത്തിൽ നാം ഉടനീളം ഇങ്ങനെ ശുക്ർ കാണിക്കുമ്പോൾ നമുക്ക് ആരെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഉണ്ടാകുന്നത്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവുകയാണ്. അതാണ് ശുക്റിനെ കുറിച്ച് പറയുന്നിടത്ത് ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കിൻ, ഞാൻ നിങ്ങളെ ഓർക്കും. അല്ലെ, ദിക്ർ എന്ന് പറയുന്നത് അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്, സമാധാനം ഉണ്ടാകാനുള്ള കാരണമാണ്. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എനിക്ക് നന്ദികേട് കാണിക്കല്ലേ. അത് ചെറിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യഷ്കുരിൽ ഖലീൽ ലം യഷ്കുരിൽ കസീർ. ചെറിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്തവൻ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയില്ല എന്നാണ്. ചെറിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിന് പോലും നന്ദി കാണിക്കണം. നമ്മൾ നേരെ തിരിച്ചാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാവിൽ നിന്നും നെഗറ്റീവായ വർത്തമാനങ്ങൾ വരും, പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നന്ദിയുള്ള ആളുകൾ പ്രശ്നങ്ങൾ എത്ര വന്നാലും അത് അനുഗ്രഹങ്ങളിലൂടെ, ശുക്രിലൂടെ ആ പ്രശ്നങ്ങളെ കാണുന്നുള്ളതാണ്. ഒരാൾ വാഹനത്തിലിരിക്കുകയാണ്, അയാൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയപ്പോൾ ഇദ്ദേഹത്തെക്കാൾ നല്ലൊരു വാഹനം, ഇദ്ദേഹത്തിൻ്റെ പഴയ വാഹനമാണ്, ഇദ്ദേഹത്തെക്കാൾ നല്ലൊരു വാഹനം കണ്ടു. അപ്പം അദ്ദേഹത്തിന് മനസ്സിൽ ആഗ്രഹം, അങ്ങനൊരു വണ്ടി ഉണ്ടാകണം, അങ്ങനൊരു കാർ മേടിക്കണം. പിന്നെ അതിൻ്റെ ചിന്തകളായി, പിന്നെ അതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളായി. അതേ സമയത്ത് അദ്ദേഹം വലതുഭാഗത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ വെയിലത്തിങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ആ മനുഷ്യനുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? ഓഹ്, അള്ളാഹു എനിക്ക് വെയിൽ കൊള്ളാതെ സഞ്ചരിക്കാനുള്ള, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും സഞ്ചരിക്കാനുള്ളൊരു വാഹനമെങ്കിലും അള്ളാഹു തആല തന്നല്ലോ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഉൻളുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ അനുഗ്രഹം കിട്ടിയവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും, അതിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ വിലമതിക്കണമെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ളവരെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവരിലേക്ക് നിങ്ങൾ നോക്കണം. വലാ തൻളുറൂ ഇലാ മൻ ഹുവ ഫൗഖക്കും. നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങൾ എന്താ? കടം വരാനുള്ള കാരണങ്ങൾ, ടെൻഷൻ വർദ്ധിക്കാനുള്ള കാരണങ്ങൾ, എല്ലാത്തിനും കാരണങ്ങൾ എന്താ? നമുക്ക് മുകളിലുള്ളവരിലേക്ക് നമ്മൾ നോക്കും, ആഗ്രഹിക്കും. അത് നേടാൻ വേണ്ടി നമ്മൾ ഹറാമായ മാർഗങ്ങളിൽ ചെന്നുപെടും. ആഗ്രഹിക്കേണ്ടെന്നല്ല കേട്ടോ, ആഗ്രഹിക്കണം, അത് നേടിയെടുക്കാനുള്ള ഹലാലായ മാർഗങ്ങൾ കണ്ടുപിടിക്കും. പക്ഷെ നബി തങ്ങൾ പറയുന്നത് ഇവിടെ നമ്മളെ കൊണ്ട്
കഴിയുന്ന രീതിയിൽ, സാധിക്കുന്ന രീതിയിൽ ഉള്ളതുപോലെ നമുക്ക് ഖനാഅത്ത്, ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, അള്ളാഹു നമുക്ക് എന്ത് തന്നോ അതുപോലെ നമ്മൾ ജീവിക്കുക. എന്നിട്ടോ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇതുപോലും ലഭിക്കാത്തവരിലേക്ക് നോക്കാനാണ് പറയുന്നത്. മൂന്നാമത് അനുഗ്രഹം, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് വഇൻ തഷ്കുറു യർലഹു ലക്കും, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകുന്ന. തൃപ്തി എന്ന് പറയുന്നത് സ്വർഗത്തേക്കാൾ, ഖുർആൻ പറയുന്നുണ്ട് മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന സ്വർഗീയാനുഗ്രഹങ്ങളെ കുറിച്ച് പറയാണ്. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, വലിയ വലിയ തോട്ടങ്ങൾ, അതിൻ്റെ അരികിലൂടെ ഒഴുകുന്ന ആറുകൾ, അതിലവർ ശാശ്വതമായിട്ട് ജീവിക്കും. വമസാകിന ത്വയ്യിബ, നല്ല സുന്ദരമായ ഭംഗിയുള്ള വീടുകൾ, പാർപ്പിടങ്ങൾ. ഇത്രയും വലിയ സൗകര്യത്തിലായിരിക്കും മുഅ്മിനീങ്ങൾ സ്വർഗത്തിലുണ്ടാകുക. എന്നിട്ട് അള്ളാഹു പറയാണ് വരിളുവാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഏറ്റവും വലുത്. ഒരടിമ നന്ദിയുള്ളവനാണെങ്കിൽ അവന് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇസ്ലാം എന്താണ്, ഇസ്ലാമിൻ്റെ എസൻസ്, സാരാംശം എന്താണ് എന്ന് ചോദിച്ചാൽ ശുക്റാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ ആലോചിച്ച് ജീവിതത്തെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി സറണ്ടർ ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക. ശുക്ർ എന്നുള്ള ഘടകം, എലമെന്റ് നമ്മുടെ ഇബാദത്തുകളിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഇബാദത്തിൻ്റെ ലസ്സത്ത് നഷ്ടപ്പെടുന്നുള്ളതാണ്. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ സദഖകൾ, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജ്, ഇവിടങ്ങളിലൊക്കെ ശുക്ർ എന്ന് പറയുന്ന എലമെന്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലസ്സത്തുൽ ഇബാദ, ഇബാദത്തിന്റെ മധുരം നഷ്ടപ്പെടുമെന്നാണ്. ശുക്ർ ഉണ്ടായിക്കഴിഞ്ഞാലോ, നന്ദി ഉണ്ടായിക്കഴിഞ്ഞാലോ നമ്മൾ എന്തും അള്ളാഹുവിന് വേണ്ടി ചെയ്യും. അതുകൊണ്ടാണ് കാലിൽ നീര് കെട്ടുന്ന രീതിയിൽ ദീർഘനേരം ഖുർആനോദി നമസ്കരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിനോട് മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഫലാ അകൂനു അബ്ദൻ ശുക്ർ, ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടേ എന്നാണ്. ഇബാദത്തിൽ ലസ്സത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള ശുക്ർ ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ ഉപ്പാക്ക്, നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഉമ്മാക്ക് നമ്മൾ എന്തും ചെയ്തു കൊടുക്കും. നമ്മൾ സ്നേഹിക്കുന്ന, നമുക്കൊരുപാട് ഇഹ്സാനുകൾ ചെയ്ത, ഉപകാരം ചെയ്ത വ്യക്തികളെ നമ്മൾ മറക്കോ? നമ്മൾ വലിയൊരു അപകടത്തിൽപ്പെട്ടു, ഭയാനകമായ അപകടം, നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്ന, പിടിച്ചു കുലുക്കുന്ന അപകടം. ആ അപകടത്തിൽ നിന്ന് ഏതോ ഒരു അപരിചിതനായ ഒരു മനുഷ്യൻ നമ്മളെ കൈ പിടിച്ചുയർത്തുമ്പോൾ നമ്മൾ ആ മനുഷ്യനെ മറക്കുമോ? ഒരിക്കലും മറക്കില്ല. നമ്മളെ സമ്പത്ത് കൊണ്ട് സഹായിച്ചവരെ, നമുക്ക് പലതരത്തിലും സഹായിച്ചവരെ ഒരിക്കലും നമ്മൾ മറക്കില്ല. നമ്മുടെ മനസ്സിലുണ്ടാകും അവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്തു കൊടുക്കും, അവന് വേണ്ടി നമ്മൾ എന്തും ചെയ്തു കൊടുക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു മാനസികമായ ഒരു വികാരം അള്ളാഹുവിനോട് നമുക്ക് എന്തുകൊണ്ടില്ലാതെ പോകുന്നു? അതുണ്ടാകുമ്പോഴാണ് ലസ്സത്തുൽ ഇബാദ, ഇബാദത്തിൻ്റെ മധുരം നമുക്ക് ലഭിക്കുകയുള്ളൂ. ശൈത്താൻ അതുകൊണ്ട് തന്നെ ഇത് നഷ്ടപ്പെടുത്തി കളയാനുള്ള എല്ലാ കുതന്ത്രങ്ങളും അവൻ പരിശ്രമിക്കും. അള്ളാഹുവിനോട് അവൻ പറഞ്ഞല്ലോ വലാ തജിദ് അക്സറഹും ഷാകിരീൻ, നിന്റെ അടിമകളിൽ അധികാളികളെയും നന്ദിയുള്ളവരായിട്ട് താങ്കൾക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയില്ല എന്ന് ആരാ പറയുന്നത്? ശൈത്താനാണ്, ഇബ്ലീസാണ്. അവൻ പരിശ്രമിക്കുന്നത് നമ്മൾ നന്ദിയില്ലാത്ത, ശുക്രില്ലാത്തവരായിട്ട് ജീവിക്കാനാണ് ശൈത്താൻ പരിശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ശുക്ർ എന്നുള്ളതിനെ പറയുമ്പോൾ തന്നെ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, നന്ദിയുള്ളവനായിട്ട് ജീവിക്കാം, നന്ദി കേടുള്ളവനായിട്ട് ജീവിക്കാം. അഥവാ ശുക്രിന്റെ നേരെ ഓപ്പോസിറ്റ് ഖുർആൻ ഉപയോഗിച്ച പദം എന്താണ്? കുഫറാണ്. ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ ശുക്റാണെങ്കിൽ, ഇസ്ലാം അല്ലാത്ത എന്താണെന്ന് ചോദിച്ചാൽ കുഫർ അല്ലേ? ഖുർആൻ ഉപയോഗിച്ചത് എവിടെയാണ് കുഫർ? ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. എന്താ കുഫറിന്റെ അർത്ഥം? കഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക. കർഷകരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ സൂറത്തുൽ ഹദീദിൽ കുഫാർ എന്നാണ് പറഞ്ഞത്. അവിടെ അള്ളാഹുവിനെ നിഷേധിച്ചവർ എന്നല്ല, മറിച്ച് വിത്തുകൾ മറച്ചു വെച്ച് കൃഷി ചെയ്യുന്നവർ. നമ്മുടെ പാപങ്ങൾ പുറത്തുതരാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാറില്ല. വകഫിർ അന്നാ സയ്യിആതിന, സൂറ ആൽ ഇംറാൻ. എന്താ അർത്ഥം? കഫിർ, അള്ളാഹു നീ മറച്ചു വെച്ചതാ എൻ്റെ തിന്മകൾ.
മറക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഖുർആൻ നന്ദികേടിനെ കുറിച്ച് പറയുമ്പോൾ ലഇൻ ശകർത്തും ലഅസീദന്നക്കും, തൊട്ടുടനെ അള്ളാഹു പറഞ്ഞു വലഇൻ കഫർത്തും, നിങ്ങൾ ജീവിതത്തിൽ നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്. അള്ളാഹ് പറയുന്നത് നന്ദികേട് കാണിച്ചാൽ കഠിനമായ ശിക്ഷയുണ്ട് എന്നാണ്. വെറുതെ വിടുമെന്ന് പറഞ്ഞിട്ടില്ല, ശിക്ഷയുണ്ടെന്നാണ് പറഞ്ഞത്. അലം തറ ഇലല്ലദീന ബദ്ദലൂ നിഅമതല്ലാഹി കുഫ്റ, അനുഗ്രഹങ്ങളെ അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കുന്നവർ, ആ അനുഗ്രഹങ്ങളെ നന്ദികേട് കാണിക്കുന്നതിനെ കുറിച്ച് ഈ ആയത്തിൽ പറഞ്ഞ കുഫ്ർ എന്നാണ്. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ, അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ ഉടനെ സൂറ ഇബ്രാഹിമിൽ അല്ലാഹു തആല പറഞ്ഞു ഇന്നൽ ഇൻസാന ലളലൂമുൻ കഫാർ. കഫാർ എന്നാണ് മനുഷ്യൻ്റെ നന്ദികെട്ട ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കുഫറിൻ്റെ എസൻസ്, അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് നന്ദികേടാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്താണോ നമ്മൾ വിചാരിക്കുന്നത്, ശുക്ർ ഹംദ് എന്താ വ്യത്യാസം? ഹംദ് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് അൽഹംദുലില്ലാ പറയാ, നാവ് കൊണ്ട് അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകളെ കുറിച്ച് പറയാം. ശുക്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുക, അള്ളാഹു തആല തന്ന നിഅമത്തുകളെ ഹറാമായ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക. അള്ളാഹു തന്ന നിഅമത്തുകളെ അള്ളാഹു ആഗ്രഹിക്കുന്ന രീതിയിൽ, അനുവദനീയമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനാണ് ശുക്ർ എന്ന് പറയുക. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്താണ്? പ്രിയമുള്ളവരെ, ആ ഒരു ശുക്ർ മാറി കുഫറാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഫസ്റ്റ് അഥവാ നമ്മുടെ ജീവിതത്തിലൊക്കെ പാപങ്ങൾ ഉണ്ടാവൂലേ, മനുഷ്യന്മാരാണല്ലോ നമ്മൾ. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുമ്പ് പറഞ്ഞിരുന്നു, രണ്ട് സാധ്യതകളാണ്. ഒന്ന് ശിക്ഷ വരും, അല്ലെങ്കിൽ അള്ളാഹുവിന് നമ്മളോട് ഒരുപാട് സ്നേഹമുണ്ട്, സമയം നീട്ടിത്തരാണ് മടങ്ങാൻ വേണ്ടി. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു തആല പറഞ്ഞു ഇസ്തിദ്റാജാണ്, അഥവാ ഹദീസിൽ കാണാം ഇദാ റഅയ്തല്ലാഹ യുഅ്തിൽ അബ്ദ മാ യുഹിബ്ബ്, അള്ളാഹു ഒരു അടിമക്ക് അവൻ ആഗ്രഹിക്കുന്നതൊക്കെ കൊടുക്കുകയാണ്. അവൻ എന്താഗ്രഹിച്ചവൻ കൊടുക്കും, അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹ് പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. വഹുവ മുഖീമുൻ അലാ മആസി, നബി തങ്ങൾ പറഞ്ഞു ഏതവസ്ഥയിൽ അനുഗ്രഹങ്ങൾ അവൻ ആസ്വദിക്കുമ്പോഴും ലഭിക്കുമ്പോഴും അവൻ തിന്മകളിലായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഫഇന്നമാ ദാലിക മിൻഹു ലഹു ഇസ്തിദ്റാജുൻ, വ്യക്തമായിട്ട് നബി തങ്ങൾ പറഞ്ഞു അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അഴിച്ചുവിടലാണ്. താൽക്കാലികമായി ഇങ്ങനെ അഴിച്ചുവിടും. ഈ ദുനിയാവിൽ നമ്മളൊക്കെ ചിന്തിക്കൂലേ, ഈ അക്രമകാരികളായ ഭരണാധികാരികളെയൊക്കെ എന്തല്ലോ ഒന്ന് ശിക്ഷിക്കാത്ത, അവരെ ശിക്ഷിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് അവർക്ക് കഠിനമായ ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ പല സ്ഥലത്തും അത് പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാൻ പരിശോധിക്കാനും നാളെ പരലോകത്ത് സ്വർഗം കൊടുക്കാനും വേണ്ടിയിട്ടാണ്. പിന്നീട് നബി തങ്ങൾ ഈ ആയത്ത് ഓതുകയാണ് ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ, അവരോട് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെ അവർ ജീവിതത്തെ തിന്മകളിലായി, ശിർക്കിലായി, കുഫ്റിലായി അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ അവർക്ക് മുമ്പിൽ തുറന്നു കൊടുത്തു. ഖുർആൻ പറയാണ് എന്തേ അവരെ ശിക്ഷിക്കാത്തത്? നമ്മൾ ഇനിയും നമുക്ക് തിന്മകളിലായിട്ട് ജീവിക്കാം, അള്ളാഹു ഇങ്ങനെ അനുഗ്രഹങ്ങൾ തരുന്നുണ്ടല്ലോ, അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നെന്ന് പലരും തെറ്റിദ്ധരിക്കും. ഖുർആൻ പറയാണ് ഹത്താ ഇദാ ഫരിഹു, അവർ മതിമറക്കും. അനുഗ്രഹങ്ങൾ ലഭിച്ച് നന്ദി കാണിക്കുന്ന അടിമകളെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്, മറിച്ച് നന്ദികേട് കാണിക്കുന്ന അടിമകൾ, തിന്മകളിലായിട്ട് ജീവിക്കുന്ന അടിമകൾ, അവർ മതിമറന്നവരായിട്ട് ജീവിക്കും. ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ. ആ സമയത്തായിരിക്കും പെട്ടെന്ന് അഖദ്നാഹും ബഗ്ത, അവർ അല്ലാഹു തആല ഒരു പിടുത്തം പിടിക്കും. ആ പിടുത്തം എന്ന് പറയുന്നത് മരണം തന്നെയാണ്. ആ മരണം ചിലപ്പോൾ ദുരന്തങ്ങളാകും, അപകടങ്ങളാകും. ഫിർഔനൊക്കെ അങ്ങനെയായിരുന്നല്ലോ, അല്ലാഹു തആല ശിക്ഷയായിട്ട് കൊടുത്തു. ആ പിടുത്തത്തിൽ നമുക്ക് തിരിച്ചു മടങ്ങാൻ കഴിയില്ല, ഇനിയൊരു സമയം ഉണ്ടാവില്ല. ആ ഭഗത്തത്ത് പെട്ടെന്നുള്ള പിടുത്തത്തിൽ അടിമ പറയും പടച്ചവനെ ഒരു സെക്കൻഡുകൾ, കുറച്ച് സമയത്തേക്ക് എന്നെ ദുനിയാവിലേക്ക് വിട്, ഞാൻ നിന്നെ നന്ദിയുള്ള അടിമയായിട്ട് തിരിച്ചു മടങ്ങാം, സാലിഹായ അമലുകൾ ചെയ്യാം, എല്ലാം പറയും. പക്ഷെ ആ പിടുത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടക്കുണ്ടാവില്ല. കുറേ സമയം നമുക്ക് നീട്ടിത്തന്നു. ഇനി എത്ര കാലമാണ്?
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫഇദാഹും മുബ്ലിസൂൻ. മരണം കാണുന്ന സമയത്ത്, ആ പിടുത്തം വരുമ്പോൾ, ശിക്ഷ വരുമ്പോൾ, അതുവരെ ഉണ്ടായിരുന്ന അർമാദിച്ചിരുന്ന, സന്തോഷിച്ചിരുന്ന മുഖം ചുക്കിച്ചുളിയും, ടെൻഷൻ വരും. കാരണം അവർ യാഥാർത്ഥ്യം കാണും. ഞാൻ പോകുന്ന നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ, നമ്മൾ ഈ സമയത്ത് മരണപ്പെട്ട് നമ്മളെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പറയണം അള്ളാഹു എന്നെ ശിക്ഷിക്കൂല എന്ന്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഈ സമയത്ത് മരിച്ചാൽ, എന്നെ ഖബറിലേക്ക് വെച്ചാൽ ഞാൻ എന്ത് നന്മകൾ എൻ്റെ ജീവിതത്തിലുള്ളത് ഓർത്തെടുക്കാൻ അതിനേക്കാൾ കൂടുതൽ തിന്മകളാണോ? നമ്മുടെ മനസ്സ് പറയണം ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് മരിച്ചാൽ, സഹാബാക്കളുടെ വാക്കുകളൊക്കെ, ഞാൻ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മരണം വരികയാണെങ്കിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ചതിന്. കാരണം ഞാൻ ആ ഒരു ഈമാനിക അവസ്ഥയിലാണ് ഉണ്ടാവുക. നമ്മളുടെ ഈമാൻ ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഈമാൻ ഇങ്ങനെ ബലഹീനാകും, കുറയും. നമുക്ക് മരിക്കാൻ എപ്പോൾ പേടി വരുന്നോ അതിൻ്റെ അർത്ഥം നമ്മൾ തിന്മകളിലാണെന്ന. നമ്മൾ മരിക്കാൻ എന്ന് റെഡിയാണോ അതിൻ്റെ അർത്ഥം നമ്മൾ ആഖിറത്തിലേക്ക് വേണ്ടി തയ്യാറായി എന്നുള്ളതാണ്. നമ്മളത് പരിശോധിച്ചാൽ മതി, ഹൃദയത്തോട് ചോദിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ശിക്ഷ വരുന്ന സമയത്ത് ഫഹും മുബ്ലിസൂൻ, അവരുടെ മുഖം ചുക്കിച്ചുളിയും. ഫഖുതിഅ ദാബിറൽ ഖൗം, ഖുർആൻ പറയാണ് അല്ലദീന ളലമു, അക്രമകാരികൾ. ഈ ഇവിടെ കാണുന്ന ഏതെല്ലാം അക്രമകാരികളുണ്ടോ നമ്മൾ വിചാരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല അവരെങ്ങനെ ഇട്ട് നീട്ടി അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ക്രൂരന്മാർക്കും അല്ലാഹു തആല സമ്പത്ത് കൊടുക്കുന്നു, ആയുധം കൊടുക്കുന്നു, രാജ്യം കൊടുക്കുന്നു, പലരുടെയും സപ്പോർട്ട് കൊടുക്കുന്നു ഒക്കെ വിചാരിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ പാടെ അവരെ നശിപ്പിക്കപ്പെടും. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. നന്ദികേട് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരു വിപത്ത്, അനുഗ്രഹങ്ങൾ വിപത്തുകളായിട്ട് മാറും. സൂറ സബയിൽ അല്ലാഹു തആല പറയുന്നുണ്ട് ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ. നമ്മളോട് പറയാ, സബഅ ഗോത്രത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് വലിയ മാതൃകയുണ്ട്. എന്താണ് മാതൃക? അവർക്ക് ജന്നതാൻ അൻ യമീൻ വശിമാൽ. തഫ്സീറിന്റെ ഗ്രന്ഥത്തിൽ കാണാം, അവർക്ക് വലിയ 2 തോട്ടങ്ങളെ കൊടുത്തു, അണക്കെട്ടുകൾ കൊടുത്തു. ആ തോട്ടം നനയ്ക്കാനുള്ള അവർ തലയിലൊരു കൊട്ടയുമായിട്ട് പോയി കഴിഞ്ഞാൽ പറിക്കേണ്ട എല്ലാ പഴങ്ങളും തലയിലേക്ക്, കൊട്ടയിലേക്ക് വീഴുന്ന തരത്തിലുള്ള സുഭിക്ഷമായ ജീവിതം അല്ലാഹു തആല കൊടുത്തു. പക്ഷേ ഖുർആൻ അവരോട് എന്നിട്ട് പറഞ്ഞു കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും. നമ്മളോടൊക്കെ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ തന്ന ഈ റിസ്ഖിൽ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. പക്ഷെ ഒരു കാര്യം, വഷ്കുറൂ ലഹു, നിങ്ങൾ നന്ദി കാണിക്കണേ. ഞാൻ തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണേ. ബൽദത്തുൻ ത്വയ്യിബ, നല്ല സുന്ദരമായ നാടായിരുന്നു, ഗ്രാമമായിരുന്നു, അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിരിക്കുന്ന നാടായിരുന്നു. വറബ്ബുൻ ഗഫൂർ, പുറത്തു കൊടുക്കുന്നവനായ റബ്ബായിരുന്നു. അവർ ചെയ്യുന്ന തിന്മകളൊക്കെ ഇങ്ങനെ പുറത്ത് അല്ലാഹു തആല കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം ഫഅറളൂ, അവരുടെ തിന്മകൾ അവർ നിർത്തിയില്ല, അവർ പിന്തിരിഞ്ഞു അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്നും. ഫഅർസൽനാ അലൈഹിം സൈലൽ അരീം, ആ വലിയ അണക്കെട്ട് പൊട്ടി ആ ജലാശയത്തിൽ ആ നാട് മുഴുവൻ നശിപ്പിച്ചു. വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈൻ, ഏറ്റവും ഫലം കിട്ടുന്ന, പഴങ്ങൾ കിട്ടുന്ന ആ 2 തോട്ടങ്ങൾക്ക് പകരം മറ്റ് 2 തോട്ടങ്ങളെ പടച്ചവൻ നൽകി. എന്താണ് ആ തോട്ടത്തിന്റെ പ്രത്യേകത? ദവാതൈ ഉക്ലിൻ, കായ്ക്കനികളുണ്ട് ആ തോട്ടത്തിൽ. പിന്നെ വന്ന തോട്ടത്തിൽ എന്തുണ്ട്? കായ്ക്കനികളുണ്ട്, പഴങ്ങളുണ്ട്. പക്ഷെ എങ്ങനെയുള്ള മരങ്ങളാണ്? ഖംതിൻ, കയ്പുള്ള മരങ്ങളാണ്, പഴങ്ങളില്ല. ഖംത്ത് എന്ന് പറഞ്ഞാൽ ഫലങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ അതിൻ്റെ ഇലകൾ, മരം മുഴുവൻ കയ്പുള്ളതായിരിക്കും. വശൈഇം മിൻ സിദ്രിൻ ഖലീൽ, അതുപോലെ തന്നെ കാറ്റാടി പോലത്തെ മരങ്ങൾ, അഥവാ നമ്മുടെ ഫ്രൂട്ട്സ് അല്ലാത്ത, ധാന്യമല്ലാത്ത, കാറ്റാടി, ഉപയോഗമില്ലാത്ത മരങ്ങൾ അല്ലാഹു തആല അവർക്ക് കൊടുത്തു. ഇലന്ത മരങ്ങൾ, വാഗമരങ്ങൾ അല്ലാഹു തആല കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. മറ്റൊരു സ്ഥലത്ത് വളറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്നതൻ, നല്ല വിശ്വസിച്ച ഒരു വിഭാഗം ആളുകൾ, അവർക്ക് അല്ലാഹു തആല സമാധാനപരമായ ജീവിതമാണ് കൊടുത്തത്. മുത്മഇന്നതൻ യഅതീഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ, റിസ്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു പല ഭാഗങ്ങളിൽ നിന്നും. ഫകഫറത് ബിഅൻഉമില്ലാഹ്, പക്ഷേ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദികേട് കാണിച്ചു. ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ജുഇ വൽ ഖൗഫ്, പിന്നീട് പട്ടിണിയുടെയും
പേടിയുടെയും വസ്ത്രം അള്ളാഹു അവരെ ധരിപ്പിച്ചു. പരീക്ഷണങ്ങൾ അള്ളാഹു തആല കൊടുത്തു. ബിമാ കാനു യസ്നഊൻ, അവർ ചെയ്ത തിന്മകളുടെ പേരിൽ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെറിയ അനുഗ്രഹങ്ങളാണെങ്കിൽ പോലും ആ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അള്ളാഹു തആല തന്ന കണ്ണ് അള്ളാഹു ഇഷ്ടപ്പെട്ടതിലേക്ക് മാത്രം നോക്കുക. അള്ളാഹു തആല തന്ന ആരോഗ്യം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക. അള്ളാഹു നമുക്ക് തന്ന പവർ, അള്ളാഹു തആല നമുക്ക് തന്ന സമ്പത്ത്, അള്ളാഹു തആല നമുക്ക് തന്ന ഫാമിലി, അള്ളാഹു തആല നമുക്ക് തന്ന മക്കൾ, നമുക്ക് തന്ന ഇൽമ് എല്ലാം നമ്മൾ അത് നന്ദികേടിൽ ഉപയോഗിക്കുന്നതിന് പകരം അത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൃപ്തിയുള്ള അടിമകളായി മാറാനും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും അത് വീണ്ടും വർദ്ധിക്കാനും കാരണമാകുമെന്ന് അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ്. അള്ളാഹു തആല അങ്ങനെയുള്ള ശാക്രിയങ്ങളിൽ, നന്ദിയുള്ള അടിമകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന അടിമകളെ ഒരുമിച്ച് കൂട്ടിയ സ്ഥലത്ത് അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ മുഴുവൻ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ നാവ് കൊണ്ടും മനസ്സുകൊണ്ടും നമ്മുടെ അമലുകൾ കൊണ്ടും നന്ദി കാണിക്കുന്ന വലിയ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.